എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വിവിധ ഓട്ടോണോമസ് കോളേജുകൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. MG യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. കേരള യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 15-ാം തീയതി. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 17-ാം തീയതി. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 9-ാം തീയതിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതെപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജ് അതുപോലെ തന്നെ കോഴ്സ് എന്നിവ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്രദം ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളോട് ആദ്യം തന്നെ പറഞ്ഞു, കേരള യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 15-ാം തീയതിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 17-ാം തീയതി. അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 7-ാം തീയതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് ജൂൺ 9-ാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ അപേക്ഷിച്ചത്, അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് അല്ല, ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങളുടെ കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, സംവരണ വിവരങ്ങൾ ആയിക്കോട്ടെ, അതുപോലെ റിസർവേഷൻ ഇതുപോലുള്ള, അതുപോലെ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടേത് നിങ്ങൾക്ക് ജൂൺ 15-ാം തീയതിക്ക് മുമ്പായിട്ടോ 15-ാം തീയതിയോ അതിന് മുമ്പായിട്ടോ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 17-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 7-ാം തീയതിക്കുള്ളിൽ എഡിറ്റ് ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 9-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ അപേക്ഷയിലെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു യൂണിവേഴ്സിറ്റികളുടെ അപേക്ഷാ സമയം, അതായത് ഈ ഒരു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികൾ ഒരു നിശ്ചിത ഫീസ് ഈടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പ് നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ഫീസും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് യൂണിവേഴ്സിറ്റികളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത്, ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കുന്നത് എപ്പോഴാണ്, അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം അത് അഡ്മിഷൻ സമയത്ത് കോളേജിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കോഴ്സും കോളേജും ഒക്കെ എഡിറ്റ് ചെയ്ത് അതായത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഏത് ഓട്ടോണോമസ് കോളേജിലേക്കാണ്, അതായത് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുമ്പോൾ സ്വയം ഭരണ സ്ഥാപനമാണ്. അപ്പോൾ അവിടെ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷിച്ചത്, ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫീസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് ഏതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നാലും 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. അതുപോലെ ഓട്ടോണോമസ് കോളേജ് ആയിരുന്നാലും നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. ഓട്ടോണോമസ് കോളേജ് എന്താണെന്ന് പറയാം. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലാണ് ആ ഒരു കോളേജ് വരുന്നതെങ്കിലും ആ ഒരു കോളേജിൽ നടത്തുന്ന പരീക്ഷയുടെ പേപ്പർ വാല്യൂഷനൊക്കെ അതത് കോളേജിലെ അധ്യാപകർ തന്നെയാണ് ചെയ്യുക. അതുപോലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇടുന്നത് അതത് കോളേജായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതത് കോളേജായിരിക്കും. എന്നാൽ സർട്ടിഫിക്കറ്റ് അതായത് സർവ്വശാലയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് ആ ഒരു ഏകദേശം ആ ഒരു കോളേജിൽ അത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പഠിക്കാനുള്ള സിലബസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്, അതുപോലെ കോഴ്സ് തയ്യാറാക്കുന്നത് എന്നിവയൊക്കെ അതത് കോളേജായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളെയാണ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി വഴി അപേക്ഷിക്കുന്ന കോളേജാണെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ
അതായത് പഠിക്കാനുള്ള കോഴ്സുകളുടെ സിലബസും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതും ഓട്ടോണമസ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ മഹാരാജാസ് ഉണ്ട്, MES ഉണ്ട്, ഇതുപോലെ വിവിധ ഓട്ടോണമസ് കോളേജുകളുണ്ട്. കേരളത്തിൽ ഏകദേശം 16ഓളം ആണെന്നാണ് തോന്നുന്നത്. അത്രത്തോളം ഓട്ടോണമസ് കോളേജ് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓട്ടോണമസ് കോളേജാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ അതത് വെബ്സൈറ്റുകൾ വഴിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ വെബ്സൈറ്റ് വഴി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജിലെയാണ് അപേക്ഷിച്ചതെങ്കിൽ അതത് കോളേജ് വെബ്സൈറ്റ് വഴിയാണ്, കോളേജ് വെബ്സൈറ്റ് അല്ല, അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇനി നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. നിങ്ങൾക്കറിയാം കോളേജസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എയ്ഡഡ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോളേജുകളുടെ ഫീസാണ്. ഫീസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കോളേജസ് അതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോളേജ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഓരോ കോളേജിലെയും ഓരോ കോഴ്സിൻ്റെയും ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ BCom ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് എയ്ഡഡ് കോളേജിൽ ഏകദേശം സെമസ്റ്ററിൽ 16,000 ഒക്കെ വരും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ BCA കോഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം 25,000 അല്ലെങ്കിൽ 22,000 ആ ഒരു രീതിയിലൊക്കെയാണ് സെമസ്റ്റർ ഫീസ് വരിക. സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ് സെമസ്റ്റർ ഉണ്ടാവുക. FIUGP കോഴ്സ് ആയതുകൊണ്ട് 8 സെമസ്റ്ററാണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടോട്ടൽ 8 സെമസ്റ്ററിന് ഓരോ സെമസ്റ്ററും നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ആകെ വളരെയധികം ഫീസ് കുറവായിരിക്കും. ഏകദേശം 7,000 രൂപ മാത്രമേ ആകെ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 8 സെമസ്റ്റർ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സെൽഫ് ഫിനാൻസ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളിലെ ആ ഒരു ഫീസിൻ്റെ അത്രയും ഫീസ് ഗവൺമെൻറ് കോളേജിൽ വരത്തില്ല. ഗവൺമെൻറ്റിൽ വളരെയധികം ഫീസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഗവൺമെൻറ് കോളേജിലേക്ക് ആദ്യം ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് കോളേജിൽ പഠിക്കാനാണ് താല്പര്യം, അതുപോലെ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് താല്പര്യം, അതനുസരിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു BBA ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു BA കോഴ്സിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് BBA ഉള്ള കോളേജുകളിൽ ആ ഒരു കോളേജിലാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന കോഴ്സ് ചിലപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളായിട്ടാണ് ഉണ്ടാവുക. സെൽഫ് ഫിനാൻസ് കോഴ്സ് ആണെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ബ്രാക്കറ്റിൽ SF എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അത് സെൽഫ് ഫിനാൻസ് കോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിനെ അപേക്ഷിച്ച് സെൽഫ് ഫിനാൻസിലും അതുപോലെ എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളും ഫീസ് കൂടുതലായിരിക്കും. എയ്ഡഡ് കോളേജിൽ സാധാരണ കോഴ്സുകളുണ്ടാകും, അതിന് ഫീസ് താരതമ്യേന ഗവൺമെൻറ് കോളേജിന് ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളായിരിക്കണം മുൻഗണനാ ക്രമത്തിൽ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് 20 ഓപ്ഷൻസ് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 20 ഓപ്ഷൻ കൊടുക്കണമെന്ന് നിർബന്ധം വന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ ഒരു 2 ഓപ്ഷൻ വേണമെങ്കിൽ 2 ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ 10 ഓപ്ഷൻ വേണമെങ്കിൽ 10 ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ 15 വേണമെങ്കിൽ 15 ഓപ്ഷൻ കൊടുക്കാം. 20 വേണമെങ്കിൽ 20 ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ 5 ഓപ്ഷൻ വേണമെങ്കിൽ 5 ഓപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ പ്രയോറിറ്റിയാണ് എത്ര ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന കോളേജുകളായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കാനായിട്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം മാക്സിമം 20 ഓപ്ഷൻസ് വരെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കാം. ഇത്രയും ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതിന് നിർബന്ധമൊന്നുമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ആപ്ലിക്കേഷനിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. എന്നാൽ ഈ ഒരു അപേക്ഷ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസൊന്നും കൂടാതെ തന്നെ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻസ് ഉൾപ്പെടെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏത് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ടും അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു നിശ്ചിത ഫീസ് അടക്കണം. യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 600 അല്ലെങ്കിൽ 900 ആ ഒരു റേഞ്ചിലാണ് ഫീസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. അതായത് 1000 രൂപയ്ക്ക് താഴെയായിരിക്കും ആ ഒരു ഫീസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുകയാണ് ചെയ്യേണ്ടി വരിക. അങ്ങനെ ആ ഒരു ഫീസ് അടച്ച് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അഡ്മിഷനും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ, അത് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവർ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാക്കി പ്രോസസ്സിനെ കുറിച്ച് ഈ ഒരു അടുത്തൊരു സെപ്പറേറ്റ് വീഡിയോ തയ്യാറാക്കുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത സെപ്പറേറ്റ് വീഡിയോയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.